ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഞാനും ഇക്കയും എൻ്റെ ഫാമിലിയും എല്ലാവരും കൂടെ കോഴിക്കോട് പോയതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു 9:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ടൈം വൈകിക്കണ്, എന്നാലും ആ ഒരു നൈറ്റ് വൈബ് എങ്ങനെ ഉണ്ടാവും അതൊക്കെ രസമല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് പോയൊരു ട്രിപ്പേനു വിട്ടത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ എണ്ണ അടിക്കാൻ പമ്പക്ക് ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോണ വഴിക്ക് തന്നെ നമ്മൾ ഒരു സ്നാക്കിൻ്റെ കട കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തിയിട്ട് ഞാൻ അവിടുന്ന് ഈ ഇറച്ചിയും പൂളയും നട്ട് നമ്മുടെ നാട്ടിൽ പറയാം അതും അതുപോലെ തന്നെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓൾറെഡി നേരം വൈകിയോണ്ട് പിന്നെ ഒന്നും നോക്കില്ല, നേരെ ബീച്ചിലേക്കാണ് പോവുകയാണ് ചെയ്തത്. ഞങ്ങളവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഒരു 11 മണി ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു കേട്ടോ സമയം. പിന്നെ നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തേരാ വാരാ വെറുതെ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അനിയനും അനിയത്തിയൊക്കെ ജസ്റ്റ് കടലിൽ പോയിട്ട് കാലിടുക, അങ്ങനെയൊക്കെ ഓരോന്ന് ഓല പ്രായത്തിലല്ലേ അതൊക്കെ പറ്റുള്ളൂ. പിന്നെയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് പോകുന്നത് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിൻഡേയ്സ് അതുപോലെ തന്നെ കല്ലുമ്മക്കായ. പക്ഷേ കല്ലുമ്മക്കായൊക്കെ കുറേ ടൈം ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ അടക്കാൻ നേരമായതുകൊണ്ട് നല്ലോണം തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ബീച്ചിൽ പോകുമ്പോൾ ഇങ്ങനെ 40 രൂപക്കും 30 രൂപക്കൊക്കെ ഏത് കമ്മലെടുത്താലും ആ റേഞ്ചിലാട്ടോ കിട്ടുക. ഞാനാണെങ്കിൽ ഈ 2 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പിങ്ക് എൻ്റെ ഒരു ഈദിൻ്റെ ഔട്ട്ഫിറ്റിന് മാച്ച് ആയതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3:30 പുലർച്ചെ 3:30 ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കിട്ടാം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു കുഞ്ഞു വ്ളോഗ് പോലെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.